സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പഴയ കാലത്തെ അടയാളപ്പെടുത്തുന്ന കുറേ റീലുകളാണ്, കുറേ വീഡിയോകളാണ്. നമ്മുടെ തൊണ്ണൂറുകളെ അടയാളപ്പെടുത്തിയ ആ റീലുകളിൽ നിറയെ നമ്മുടെ മനസ്സ് യാത്ര ചെയ്യുന്നത് സന്തോഷത്തോടു കൂടി മാത്രമായിരിക്കും. വിനോദ് കമാലാണ് ഷാർജയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 90 കാലഘട്ടങ്ങളിലെ കുറേ നല്ല നിമിഷങ്ങളെക്കുറിച്ചാണ്. വലിയ യാത്രാ സംവിധാനങ്ങളില്ലാത്ത, വീടിന് ചുറ്റും മതിലുകളോ മറ്റു വേലിക്കെട്ടുകളോ ഇല്ലാത്തൊരു കാലഘട്ടം. അരിയും പഞ്ചസാരയും നമ്മുടെ വീട്ടിൽ തീർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ ഓടിപ്പോയി ഒരു ചെറിയ പാത്രത്തിൽ കടം മേടിച്ചു വാങ്ങി അത് തിരികെ കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് മധുരം കൂടി നൽകിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞായറാഴ്ചകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷത്തിൻ്റെതായിരുന്നു. ശ്രീകൃഷ്ണയും ചന്ദ്രകാന്തയും ശക്തിമാനും അലിഫ് ലൈലയും ജംഗിൾ ബുക്കും ദൂരദർശനിലെ വൈകിട്ടത്തെ 4 മണിക്കുള്ള മലയാളം സിനിമയും അങ്ങനെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുടെ ഒരു കൂടാരമായിരുന്നു ആ കാലഘട്ടം. നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നതിനേക്കാൾ അധികമായിരിക്കും അന്ന് നമ്മൾ അനുഭവിച്ച സന്തോഷത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. മഴക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ ഇടിയും മിന്നലും അല്ലെങ്കിൽ തെങ്ങ് വീടിന് മുകളിൽ വീണുള്ള കഥകളുമല്ലാതെ അതിനുമപ്പുറത്തേക്ക് പലപ്പോഴും സിഗ്നൽ കട്ടാവുന്ന ഒരു കഥയുണ്ട്. ടി വിക്ക് മുകളിൽ, വീടിന് മുകളിൽ ചേർത്ത് വെച്ച ആൻറ്റിന അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് താഴെയുള്ള പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്ന ഒരു കാലഘട്ടം. വളരെ മനോഹരമായിരുന്നു ആ ഒരു കാലഘട്ടം. ടി വി ഇല്ലാത്ത വീടുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള ഏറ്റവും അടുത്ത മനുഷ്യരുടെ വീട്ടിലേക്ക് പോയി ടി വി കാണുകയും ഒരു പക്ഷേ അവരുടെ മുഷിപ്പ് പോലും നമ്മുടെ മുഖത്തെ കണ്ണീരായി മാറുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് ശേഷം പിന്നീടാണ് VCDയും DVD ഒക്കെ കടന്നു വരുന്നത്. അതോടൊപ്പം ആ ടി വി കണ്ടിരുന്ന വീട്ടിലേക്ക് ആദ്യമായി ടി വി എത്തിയ നിമിഷം അതിനോട് കൂടെ ഒരു പക്ഷേ ഹിറ്റാച്ചി അല്ലെങ്കിൽ ഷാർപ്പ് VCRും VCPയും ഉണ്ടാകുമായിരുന്നു. അടുത്തുള്ള കടയിൽ പോയി വീഡിയോ കാസറ്റുകൾ വാങ്ങി കണ്ട് ആഹ്ലാദിച്ച് സന്തോഷിച്ച് ഉറക്കം എത്രയോ നഷ്ടമാക്കിയ നാളുകളുണ്ടായിരുന്നു നമുക്ക്. ടേപ്പ് റെക്കോർഡ് അതിനോട് ചേർത്ത് വെക്കുമ്പോൾ 10-15 രൂപക്കായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ആ കടയിൽ പോയിരുന്നത്. അത് കാത്തിരുന്ന് കിട്ടിയ നിമിഷങ്ങളിലെ സന്തോഷം വളരെ വലുതായിരുന്നു. ഒരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുപ്പായം തയ്ച്ച് കിട്ടി തൊട്ടടുത്തുള്ള മജീദ് കാടയും റഹ്മാൻ കാടയും രാമേട്ടൻ്റെയൊക്കെ അവരുടെ കണ്ണിലെ തെളിച്ചം തിരിച്ചു കിട്ടുമ്പോൾ ആ പെരുന്നാൾ കുപ്പായമായി നമ്മൾ അണിയുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കല്യാണ വീടുകളെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ മനോഹരമായിരുന്നു. കല്യാണത്തലേന്ന് നല്ല ചൂട് നെയ്ച്ചോറും ബീഫ് കറിയും കൂടെ ഒരു ചാറ്റൽ മഴയും. എൻ്റെ കാലഘട്ടത്തിൽ, അതായത് 90കളിലും 85കളും 2000 കടന്നു വരുമ്പോഴും അവിടെയും ഉണ്ടായിരുന്നു റിസപ്ഷൻ എന്ന് പറയുന്ന മനോഹരമായ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ആ ഒരു സന്തോഷം. ആ ഒരു വലിയൊരു ബോക്സിൽ, ആ ബോക്സിന് മുകളിൽ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ കുറച്ച് മിച്ചറോ മധുരമോ മിഠായിയോ ചിലപ്പോഴെല്ലാം ഒരു പൂവൻ പഴവും നമുക്ക് ചേർത്ത് വെച്ച് തന്നിരുന്നു. എത്ര മനോഹരമായിരുന്നു. ആ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആ വീടിന് പുറത്ത് ഒരു ടേബിളിൽ ഈ പറഞ്ഞ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേരെല്ലാം മനോഹരമായി വെച്ച് അതിലൊരു മിഠായിയും ടാപ്പർ ചെയ്ത് വെച്ചിരുന്നു. എത്ര മനോഹരമായിരുന്നു അല്ലേ ആ ഒരു കാലഘട്ടം. കല്യാണത്തിന് പോകുന്ന വീഡിയോ കോച്ചുകൾ, അതിലെ കഥ അല്ലെങ്കിൽ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ അതിനു ചുറ്റും ഉള്ള സിനിമ വെക്കണമെന്നുള്ള ആ ഒരു ആർപ്പുവിളികൾ, അവസാനം തിരിച്ച് ദൂരെയാണ് ഈ പറഞ്ഞ വധുവിൻ്റെ വീടെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുമായിരുന്നു നമുക്ക് ചുറ്റും. അങ്ങനെയുള്ള കാലഘട്ടം കടന്നു പോയപ്പോഴാണ് എത്ര മനോഹരമായിരുന്നു ആ 90കളെന്ന് നമ്മൾ സങ്കടത്തോടെ ഓർക്കാറുള്ളത്. ഓണവും വിഷുവും ദീപാവലിയും പെരുന്നാളും ക്രിസ്മസും ആ ഒരു ചെറിയ ലോകത്തെ വലിയ സന്തോഷങ്ങളായിരുന്നു. ടി വിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപാട് പ്രോഗ്രാമുകളുടെ കാലഘട്ടമായിരുന്നു. ആ ഞായറാഴ്ചകളിൽ നമ്മൾ കാത്തിരിക്കുമ്പോൾ വീടിന് പുറത്ത് ഐസ് വിൽക്കുന്ന ആളുകളുടെ മണിയടി ശബ്ദം നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. വീടിൻ്റെ അടുക്കളയിൽ പാചകം ചെയ്തിരുന്ന ഉമ്മയുടെ അടുത്തു നിന്നും 1 രൂപ വാങ്ങി ഓടിയെത്തുമ്പോഴേക്കും പലപ്പോഴും ആ ഐസുകാരൻ ദൂരെ എത്തിച്ചേർന്നിരിക്കും.
ഇത്തരം വലിയൊരു കാലഘട്ടത്തിൻ്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും പറയാം ആ 90കളിലെ മനോഹരമായ കാലഘട്ടം. ഒത്തിരി സ്നേഹത്തോടെ അനുഭവങ്ങളുടെ ആ കഥകളുമായി വിനാസ് കമാലാണ് ഈ നിമിഷം നിങ്ങൾക്കൊപ്പം. കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.